നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുടുംബത്തിൽ കയറി എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം തൊലയ്ക്കുന്നോടി. അതിന് അവളെ തല്ലുന്നത് എന്തിനാ? മിണ്ടരുത് താൻ. അമ്മായി പറഞ്ഞ് പരിഗണന വിട്ട് തല്ലിക്കൊന്ന് ചാക്കി കെട്ടി കറളിത്തള്ളു ഞാൻ. ജീവൻ വേണം, വിട്ടോ പോകാൻ. എല്ലാരും കൂടി എന്നെ തകർക്കുകയായിരുന്നു. എന്നെ ചതിച്ചത് മൈഥിലിയും വൈശാഖും മാത്രമല്ല, അതിന് സാഹചര്യം അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരാളിവിടെ ഉണ്ട്. അതാരാ? ദേ ഇവൾ, ഈ മീനാക്ഷി. മോനെ, വിളിക്കരുത് എന്നെ അങ്ങനെ. എനിക്ക് ആ വിളി കേൾക്കണ്ട. ഞാൻ ആരുടെ മകനല്ല. എല്ലാരും ഒറ്റപ്പെടുത്തിയപ്പോ ഇവളെ ന്യായീകരിച്ചതും നിലനിർത്തിയതും ഞാനാണ്. ആ എന്നെ ഇവള് തകർത്തത്. സത്യതൊന്നും അല്ല. മിണ്ടരുത് നീ. മിണ്ടിയ നിന്റെ അവസാനമായിരിക്കും. നിനക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് പിറകെ. ഇപ്പൊ എന്റെ ലക്ഷ്യം വേറെയാ. എന്നെ ചതിച്ചിട്ട് ഈ ലോകത്തെ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. അവന് എന്റെ ഭാര്യയായിരുന്നവളെ കൊന്നിട്ട് ഞാൻ ഇനി തിരിച്ചു വരൂ. മോനെ, അവൾ രഹസ്യമായി ഏതോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവനും അവളും കൂടി ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ മുംബൈയിലോട്ട് പറക്കും. അതോ ബാംഗ്ലൂരിനോ? അപ്പൊ നീ ആയിരുന്നല്ലേടി ഈ ഒളിച്ചോട്ടത്തിന്റെ അണിയറ ശില്പി? അതെ, അണിയറ ശില്പി വേറെയാ. അത് ഞാൻ പിറകെ പറയാം. പക്ഷേ മൈഥിലിയും വൈശാഖും തമ്മിലുള്ള രഹസ്യബന്ധം ഞാൻ ഈ അടുത്തിടെയാ അറിഞ്ഞത്. അത് നീ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയണം? ഞാൻ പറയാം. ദേ, ഈ നിൽക്കുന്നവളുടെ ആങ്ങള ഒരു ഗജ ഫ്രോഡാണെന്ന് എനിക്കറിയായിരുന്നു. നീ കള്ളിയാ, ശാപം കിട്ടിയ സന്തതി. നീ വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതിയതാ നീ ഞങ്ങളുടെ തറവാട് മുടിപ്പിക്കുമെന്ന്.
തൊടരുത് അവളെ. തൊട്ടാ നിന്നെ ചവിട്ടി പുറത്താക്കും ഈ ചെമ്പകമംഗലത്ത് നിന്ന്. ഇവൾ അസുരവിത്താണ്, അസുരവിത്ത്. മോളെ നിനക്കെന്താടാ ഇത്ര ടെൻഷൻ? ഏയ് ഇല്ല, അത് കാർത്തിക്കിന് വെറുതെ തോന്നിയതായിരിക്കും. കാർത്തിക് എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ KR നരസിംഹൻ, അവനൊരു ആക്സിഡന്റ് പറ്റി. അവനെയും കൊണ്ട് വന്നതാ. ഇവള് ഈ നാശം പിടിച്ചവള് മൈഥിലെ ചെക്കപ്പിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോയത് വൈശാഖിനെ കാണിക്കാനായിരുന്നു. അവരെന്ന് സമ്മേളിച്ചത് ഒരു റെസ്റ്റോറന്റിലായിരുന്നു. അല്ലടി, മൈഥിലി എനിക്ക് എഴുതി വെച്ച ഈ കത്തിൽ മീനാക്ഷിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ചെയ്തു കൊടുത്ത ഉപകാരത്തിന്. ഇവൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് ഞാനാ. ആ എന്റെ ഇടം നെഞ്ചിൽ തന്നെ ഇവൾ ആഞ്ഞു കുത്തി. വിളിക്കരുത് നീ ഇനി എന്റെ മോനെ അങ്ങനെ. ചതിച്ചിട്ട് നിന്ന് കരയുന്നോ പിശാച്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.